നമുക്കൊപ്പം അഞ്ജു കൂടി ചേരുന്നുണ്ട്, അർജുൻ്റെ സഹോദരി. അഞ്ജു, നമസ്കാരം. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ആർമിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നാളെയും തെരച്ചിൽ ഇതേ രീതിയിൽ തന്നെ തുടരും. കൂടുതൽ ഉപകരണങ്ങൾ നാളെ കൊണ്ടുവരും. അതിൽ MLA പറഞ്ഞത് ചില ഉപകരണങ്ങൾ വളരെ നീളത്തിലുള്ള ഈ കൈകളുള്ളവയാണ്, യന്ത്രക്കൈകളുള്ളവയാണ്. അവയ്ക്ക് കടന്നു വരാൻ ചെറിയ പാതയാണ്. ആ സ്ഥലം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. നാലുവരി പാത കുറച്ചു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇടുങ്ങിയ പാതയാണ്. അവിടെ മറ്റു വാഹനങ്ങൾക്കും പോകാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതിൻ്റെ താമസം മാത്രമേ ഉള്ളൂ. നാളെ പ്രൊക്ലൈമർ എന്ന് പറയുന്ന 2 മെഷീൻ വരും, എക്സ്കവേറ്റർ വരും. ഒപ്പം ഇന്നത്തെ നടത്തിയ തെരച്ചിൽ പോലെ കൂടുതൽ ആഴത്തിലുള്ള തെരച്ചിലും നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ജു, ആദ്യത്തെ ആശങ്കകളൊക്കെ മാറി ഇന്നത്തെ തെരച്ചിൽ തൃപ്തിയാണെന്ന് നേരത്തെ അഞ്ജു പറയുന്നത് കേട്ടു. ഇനി നാളെ തെരച്ചിൽ നടത്തും എന്നാണ് ആർമി അറിയിച്ചിരിക്കുന്നത്. അഞ്ജുവിനെ കൂടി ഔദ്യോഗികമായിട്ട് നമ്മൾ അറിയിക്കുകയാണ്. അമ്മ ഇന്നലെ സംസാരിച്ചത് നമ്മൾ കേട്ടു. അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അഞ്ജു കുറേയൊക്കെ? അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് സാർ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും ദിവസത്തെ ഒരു കാത്തിരിപ്പിൽ പെട്ടെന്ന് ആരോന്ന് പറഞ്ഞു ആർമി നിർത്തുകയാണെന്ന്. ആ ഒരു ഇതും പിന്നെ നമ്മളൊന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് ഉൾക്കൊള്ളാഞ്ഞിട്ടാണ് അമ്മ തന്നെ വന്നിട്ട് മീഡിയനോട് സംസാരിക്കണം പറഞ്ഞത്. സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു കഴിയില്ല, ഈ നാളെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമെന്നമ്മ പറയുന്നുണ്ടായിരുന്നു. അതൊരു പക്ഷേ ആർമി നിർത്തുന്നു എന്ന് അറിഞ്ഞതിലുള്ള ഒരു ഇതായിരിക്കും. അതിനുശേഷം ആർമിയുടെ മെസ്സേജ് ഞാൻ അഞ്ജുവിന് നൽകുകയും ചെയ്തു. അതിലുള്ള ഒരു പെട്ടെന്നുള്ള ഷോക്കിലാണ്. ഓക്കെ, അതെ, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിലാണ് പിന്നീട് അമ്മ നിന്നത്. ഇന്നിപ്പോൾ നേവിയുടെ സംഘം ആ പരിസരത്തൊക്കെ സെർച്ചിങ് നടത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ലൊക്കാലിറ്റി ഒരുപക്ഷെ ഇത് TV യിൽ കാണുന്നുണ്ടാവും അഞ്ജു. ആ സ്ഥലങ്ങളിലെല്ലാം സാധ്യതയുണ്ട്. ഇനി ഏക സാധ്യതയായി നമ്മൾ കണക്കാക്കുന്നത് ഈ പുഴയോരത്തുള്ള ഈ ഭാഗമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തെരച്ചിൽ നടക്കുന്ന ഭാഗം ഇവിടെയാണ് തെരച്ചിൽ നടക്കുന്നത്, ലക്ഷ്മണൻ്റെ കടയുടെ പുറകിൽ. ഒപ്പം ആ മൺകൂനിയുടെ അവിടെയും ഒരു സാധ്യത തെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളമാണ്, വലിയ മണ്ണുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ജീവനോടെ തിരികെ അർജുനെ കൊണ്ടുവരാമെന്നുള്ള പ്രതീക്ഷ ഏകദേശം 99.9% അവസാനിച്ചു. പക്ഷേ മിറക്കിളാണ്, അതിൽ നമുക്ക് വിശ്വസിക്കേണ്ടതുണ്ട്. 0.1% അത് കുടുംബമെല്ലാം ഏകദേശം മാനസികമായ ആ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ അഞ്ജു? അതെ സാർ, നമുക്ക് നമ്മുടെ വിധിയാണെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. അതൊരു വിധിയാണ്. എന്തായാലും ഇത്രയും ആളുകളുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം നമ്മോടൊപ്പം ഉണ്ട്. ഏതായാലും നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് ഒരു നല്ല രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ എന്തായാലും നമ്മളെല്ലാം ഉൾക്കൊള്ളാനും ആക്സെപ്റ്റ് ചെയ്യാനും ഉള്ളൊരു മാനസിക തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നാളെ വളരെ നിർണായകമാണ് അഞ്ജു. കാര്യം നമുക്ക് സാധ്യമായതെല്ലാം ഏകദേശം ഒരു 150 മീറ്ററിൽ ഈ വളരെ ഒഴുക്കുള്ള പുഴയിൽ ഇത്രയും തെരച്ചിൽ നടത്തി. 7 കിലോമീറ്ററും തിരയാൻ അവർ ഒരുക്കമാണ് എന്നാണ് MLA പറഞ്ഞത്. തീർച്ചയായിട്ടും നേവിയുടെ സംഘം അത് ചെയ്യുകയും ചെയ്യും നാളെയും മറ്റന്നാളുമായി. പക്ഷേ അതിങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോകുന്നൊരവസ്ഥയുണ്ടാവും. അതും ഒരു ആശങ്കയുണ്ടാക്കുന്നതാണ്. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് 90-92 മണിക്കൂറായി നമ്മൾ നിരന്തരം നിൽക്കുന്നു. ഇന്നത്തെ ബഡ്ജറ്റിൻ്റെ അവതരണം പോലും നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി പൂർണ്ണമായിട്ടും ഞങ്ങൾ മാറ്റിവെച്ചു. ഒരിക്കലും ഒരു മാധ്യമം എന്ന നിലയിൽ നമ്മളത് ചെയ്യാൻ പാടില്ലാത്തതാണെന്നൊക്കെ പല അഭിപ്രായങ്ങളൊക്കെ വന്നു. പക്ഷേ ഞങ്ങളതൊന്നും വകവെച്ചില്ല അഞ്ജു. കാരണം നമ്മൾ ഇറങ്ങിത്തിരിച്ചതാണ് ഈ ഒരു മിഷന് വേണ്ടി. കാര്യം ഒരു സിസ്റ്റം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ എടുത്തൊരു എഫേർട്ടിൻ്റെ ഫലമാണ്. നേവി, എയർഫോഴ്സ്, ആർമി, NDRF, നമ്മുടെ മീഡിയയുടെ ഒരു സപ്പോർട്ട്. അതെ, പറയൂ അഞ്ജു. അതെ, അവരെല്ലാവരും അവിടെ പ്രവർത്തിക്കുന്നതിന് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ആ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് സാർ. അതിൻ്റെ ആ ഫുൾ ക്രെഡിറ്റ് നമ്മൾ അപ്പം അതായത് അവരെ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മീഡിയേൻ്റെ സപ്പോർട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അഞ്ജു, നമുക്ക് തിരികെ കിട്ടട്ടെ, അതിനുശേഷമേ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് എത്താനും പറ്റും. എല്ലാവരുടെയും നേരത്തെ നമ്മുടെ ജിതിൻ വിളിച്ചിരുന്നോ? ഹസ്ബൻഡ് വിളിച്ചിരുന്നോ? എന്താണ് ജിതിൻ പറഞ്ഞത് വിളിച്ചിട്ട്? വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളിലൊക്കെ തൃപ്തനാണ്. നമുക്ക് ഈ ഒരു പ്രവർത്തനത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു രീതിയിൽ തന്നെ പോയാലും നമുക്കും എത്രയും പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടും. അതായത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉള്ള ഒരു ചോദ്യം തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. അവരെന്ത് സംഭവിച്ചു, അവൻ പോയ ലോറി, അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു സംഭവം കിട്ടുക എന്നുള്ളതാണ്. ആ ഒരു അവകാശം മാത്രമേ നമുക്കിപ്പം ബാക്കിയുള്ളൂ. എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം ഇത്രയും കേരളക്കാരെ മുഴുവൻ നമ്മൾ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർ മാനസികമായിട്ടും അവിടെ എത്തിപ്പെട്ട ആളുകളാണെങ്കിൽ എല്ലാ ആളുകളും തന്നെ ആ ഒരു ചോദ്യത്തിന്
ആ ഒരു ഉത്തരം കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു മാനസിക സംഘർഷത്തിനുള്ള ആ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രതീക്ഷയ്ക്കുള്ള കാര്യം കൂടിയുള്ളത് അഞ്ജു. നാളെ ഇന്ദ്രബാലൻ NDRFിൻ്റെ പഴയ ചീഫാണ്, മിലിറ്ററിയുടെ എഞ്ചിനീയറിംഗ് സർവീസിനെ നിയന്ത്രിച്ചിരുന്നൊരു മിടുക്കനായ ഓഫീസറാണ്, റിട്ടയർഡാണ് അദ്ദേഹം. കൂടുതൽ ശക്തമായൊരു GPRS മെഷീനുമായിട്ടാണ് നാളെ അവിടേക്ക് വരുന്നത്. അദ്ദേഹമായിരിക്കും ഇനി നാളെ മുതൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക. ഈ കാര്യത്തിലൊക്കെ ഔദ്യോഗികമായി ട്രെയിനിങ് കിട്ടിയ ഒരാളായിരിക്കും. അപ്പോൾ ആ മലയാളി കൂടിയാണ്. അപ്പോൾ നമുക്കും വളരെ കോൺടാക്റ്റ് ഉണ്ട്. അദ്ദേഹം ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് നമ്മളുമായിട്ട് സംസാരിച്ചിരുന്നു. വലിയ പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ ഓപ്പറേഷൻ നമുക്ക് വലിയ പ്രതീക്ഷയോടുകൂടി ഇരിക്കാം. അഞ്ജുവിൻ്റെ സഹോദരൻ അഭിജിത്ത് വിളിച്ചോ? അഭിജിത്ത് വിളിച്ചിട്ടുണ്ട്. അവൻ മാനസികമായിട്ട് വല്ലാതെ തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ തന്നെ ഇത്രയും ദിവസം സ്ട്രഗിളിന് ഞാൻ കണ്ടു. അഞ്ജു, അഭിജിത്ത് ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിക്കുന്നില്ല, മാനസികമായിട്ട് പൊരുത്തപ്പെട്ടു. അപ്പോൾ അയാളുടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറയാം, കാര്യം ആരോഗ്യം പോയ സമയത്ത് തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പനി പിടിക്കുകയും. അതെ, ഞാൻ കാണുന്ന സമയത്ത് അഭിജിത്ത് വരാൻ പറഞ്ഞിട്ട് അവൻ വരുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവിടെ നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ മഴ മുഴുവൻ നനഞ്ഞിട്ട് കുട പോലും ഇല്ലാതെയാണ് അഭിജിത്ത് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അഭിജിത്തിനോട് പറയൂ, കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറയൂ. സംഭവിച്ചതെല്ലാം സംഭവിച്ചു, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കാനെന്ന് പറയൂ. ഞാൻ അധികം വിഷമിപ്പിക്കുന്നില്ല അഞ്ജു, എനിക്കറിയാം. ഇത് അറിയാൻ വേണ്ടി മാത്രമല്ല ഈ ആർമിയുടെ വിവരം അഞ്ജുവിനെ ഒന്ന് ധരിപ്പിക്കാൻ. നാളെ ഇതേ ഫുൾ സ്വിങ്ങിൽ തന്നെയായിരിക്കും ഓപ്പറേഷൻസ് നടക്കുക അഞ്ജു. നാളെ നമുക്ക് കാത്തിരിക്കാം. ഞങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടെയുണ്ട്. കൃത്യമായ വിവരങ്ങൾ അഞ്ജുവിനും നൽകാം. താങ്ക് യു അഞ്ജു. അഞ്ജു അർജുൻ്റെ സഹോദരിയാണ് നമുക്കൊപ്പം ചേർന്നത്. ഏറെ വേദനിപ്പിച്ച ഒരു കാര്യം, ഈ അർജുൻ്റെ സഹോദരൻ അഭിജിത്ത് അവിടെ മഴ പെയ്യുന്നൊരു സമയത്ത് ഇങ്ങനെ ഇരുട്ടത്തിങ്ങനെ നിൽക്കുകയാണ്. എല്ലാ ഓപ്പറേഷൻസും അവസാനിപ്പിച്ചു, എല്ലാവരും പോയി. ആ പ്രദേശത്താകെ 2 ലൈറ്റുകൾ, ഫ്ലഡ് ലൈറ്റുകൾ മാത്രം വെച്ചൊരു വണ്ടി ഇട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാവരും പോയി. NDRFിലെ ആൾക്കാർ പോയി, SDRFിലെ ഉദ്യോഗസ്ഥർ പോയി, ആർമി ബറ്റാലിയൻ പോയി, നേവിയുടെ സ്കൂബ ഡൈവേഴ്സ് അതിന് നേരത്തെ മുമ്പേ മടങ്ങി, പോലീസുകാർ അതിന് മുമ്പേ മടങ്ങി. ഏറ്റവും ഒടുവിൽ പോകുന്നത് റിപ്പോർട്ടറാണ്. നമ്മൾ വാർത്താ സംഘമാണ്. നമ്മൾ ആ ഭാഗത്തൊക്കെ പോയി നോക്കി അവസാനത്തെ വിഷ്വൽസും പകർത്തിയതിന് ശേഷമാണ് പോകുന്നത്. കാര്യം പിറ്റേന്ന് ഇവർ അനുവദിക്കുമെന്ന് നമ്മൾ അറിയാത്തതുകൊണ്ട്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ പിന്നിൽ നിൽക്കുകയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൻ്റെ. അവർ വണ്ടി പോയതിന് ശേഷം ഇന്ന് വിറയ്ക്കുകയാണ് അഭിജിത്ത്. അപ്പോൾ അഭിജിത്ത് പറയുന്നുണ്ട്, എന്നെ എടുത്തു വളർത്തിയ ആളാണ്, ഞാൻ എങ്ങനെ പോകുന്നത് ഇവിടുന്ന്. പക്ഷേ ആ മഴയത്ത് അവിടെ കയറി നിൽക്കാൻ ഒരു സ്ഥലവും ആ ഭാഗത്ത്. വല്ലാതെ വിഷമം തോന്നിയ, ഹൃദയത്തിൽ തട്ടി ഉലഞ്ഞു പോയൊരു നിമിഷം എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ ഘട്ടത്തിലാണ്. നമ്മൾ വീണ്ടും അവിടെ തുടരാൻ തീരുമാനിച്ചതും ഇത് തുടർച്ചയായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചതുമൊക്കെ അതുകൊണ്ടാണ്. ഒരു കാര്യം കൂടിയുണ്ട് പ്രേക്ഷകരെ, 90 മണിക്കൂർ 92 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചാനൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നത്, എനിക്കറിയില്ല ഇത് ആദ്യത്തെ സംഭവമാണോ എന്നറിയില്ല, പക്ഷേ അത് നടത്താനൊരു കാരണം വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നൊരു ഡെഫിനിഷൻ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾ നിർവചിച്ചതിലെ നമ്മളുടെ മനോവിഷമം കൂടിയാണ്.